വയലൂർ മഹാദേവൻ്റെ സന്നിധിയിൽ 2002 ഉത്രാടപ്പുലരിയിലാണ് ഇവൻ വലതുകാൽ വെച്ച് കയറുന്നത്. കാത്തും കൊതിച്ചുമിരുന്ന ആന ദേവസന്നിധിയിൽ എത്തിയതിൻ്റെ ആഹ്ലാദം നാട്ടുകാർ ഒട്ടും മറച്ചുവെച്ചില്ല. ഒരു നാട് മുഴുവൻ ഉത്സാഹത്തോടെ ഇവനെ അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. വഴിനീള സൽക്കാരങ്ങളും നടത്തി. ആദ്യത്തെ സൂചനകൾ തന്നെ ആഹ്ലാദഭരിതമായപ്പോൾ പരമേശ്വരനും ഉത്സാഹമായി. ആരോടും പരിഭവങ്ങളൊന്നും കാണിച്ചില്ല. ഇവിടെ എത്തിച്ചേരേണ്ടത് എൻ്റെ നിയോഗമാണെന്ന ആധ്യാത്മിക ഭാവമായിരുന്നു പിന്നീട്. 1178 ആണ്ട് ഓണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലെ 10 മണിക്ക് കളഭത്തോടുകൂടി ഈ ആനയെ നഗരത്തുണ്ടായത്. അത് വലിയ ഒരു ഫങ്ഷനായിട്ട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഭക്തജനങ്ങളും നമ്മുടെ കമ്മിറ്റിക്കാരും എല്ലാവരും ഉൾപ്പെട്ട് വലിയൊരു ആഘോഷമായിട്ട് അവർ അവിടെ ഈ ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അന്നത്തെ ദിവസം നമുക്ക് അവിസ്മരണീയമായ ഒരു ദിവസമാണ്. കാരണം അത്രയും ഭക്തജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചൊരു ദിവസമാണ്. ആ അർപ്പണ ഭാവത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ ആന വന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളൂ. കർക്കിടകത്തിലാണ് ഇവൻ്റെ മതപ്പാടുകാരൻ. ചെന്നികളിലൂടെ മതജലം വാർന്നു പോകുമ്പോഴും തികച്ചും ശാന്തനാണ് പരമേശ്വരൻ. ആരെയും ഉപദ്രവിക്കില്ല, ചൂടാകില്ല, കമ്പും തടിയും കല്ലും ഒന്നും എടുത്ത് വലിച്ചെറിയില്ല. പാപ്പാന്മാർക്ക് യഥേഷ്ടം അടുത്ത് ചെല്ലാം, അഴിക്കാം, കുളിപ്പിക്കാം, അത്യാവശ്യം പുറത്തു വേണമെങ്കിലും കൊണ്ടുപോകാം. അത്രയും സാഹസികതയൊന്നും കാണിക്കാറില്ലെങ്കിലും ഇവൻ്റെ മതപ്പാട് കാലം തികച്ചും ശാന്തമാണ്, സൗമ്യമാണ്. കൂട്ടാനകളോട് ഒരിക്കൽ പോലും ഇടഞ്ഞിട്ടില്ലാത്ത പരമേശ്വരൻ എഴുന്നള്ളത്തിനും ശിവേലിക്കുമെല്ലാം തികഞ്ഞ ഭക്തിയോടെയാണ് നിൽക്കാറ്. കതിന കേൾക്കുമ്പോൾ ഇളകി ഓടുകയോ ചിഹ്നം വിളിക്കുകയോ ചെയ്ത സന്ദർഭങ്ങൾ തുലോം തുച്ഛം. കുട്ടിക്കാലത്ത് പിന്നിൽ ഒരു വാഹനം വന്ന് മുട്ടിയപ്പോൾ വിരണ്ടോടി വീട്ടിലെ കോളിംഗ് ബെല്ലിൽ ചെന്ന് അമർത്തി നിന്ന അയ്യപ്പദാസിൽ നിന്നും ഇന്ന് ഏറെ വളർന്നിരിക്കുകയാണ് പരമേശ്വരൻ. പരമേശ്വരൻ ഏറെ പക്വമതിയായിരിക്കുന്നു. ഇപ്പോൾ 9.5 അടിയോളം പൊക്കമുള്ള ഇവൻ ഇനിയും ഉയരും. അതിനുള്ള എല്ലാ സാധ്യതകളും ഈ ഉടലിലുണ്ട്. പരമേശ്വരൻ്റെ മുന്നിൽ ഇനിയും ധാരാളം വർഷങ്ങളുണ്ട്. ഉത്സവങ്ങളും ആഘോഷങ്ങളുമുണ്ട്. എല്ലാറ്റിലും ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നവനാണ് പരമേശ്വരൻ. പരമേശ്വരൻ്റെ സാന്നിധ്യമാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഐശ്വര്യവും. ഈ ഐശ്വര്യം നാൾക്കുനാൾ തെളിയട്ടെ. ഇവന് സകല സൗഭാഗ്യങ്ങളും നേരാം.